അസ്സലാമു അലൈക്കും. ഇന്ന് അസ്മാഉൽ ഹുസ്നയുടെ ഡേ 6 ആണ്. 51 മുതൽ 60 വരെയുള്ള ഇസ്മുകളുടെ ജേർണലിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജേർണലിങ്ങോട്ട് പോവാം. 51ാമത്തെ ഇസ്മാണ് അഷഹീദു. അഷഹീദു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് എല്ലാത്തിനും സാക്ഷിയായവൻ. ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള മടക്കം അവന് അള്ളാഹു ലഭിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കോ ഇത് ചൊല്ലി ഊതിയാൽ അവർ അനുസരണമുള്ളവരായി തീരും. 52ാമത്തെ ഇസ്മാണ് ഹഖ്. ഹഖ് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് സത്യമായവൻ. ഈ ഒരു ഇസ്മ പതിവായി 1000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം നന്നാവും. അതുപോലെ തന്നെ വിഷമങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യും. 53ാമത്തെ ഇസ്മാണ് വക്കീലു. വക്കീലു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് ഭാരമേൽപ്പിക്കപ്പെടുന്നവൻ. അത് ഈ ഒരു ഇസ്മ യാ വക്കീലു യാ അള്ളാഹ് എന്ന ഇസ്മ പതിവായി ചൊല്ലുന്നവർക്ക് എല്ലാവിധ ഉദ്ദേശങ്ങൾക്കും അള്ളാഹു സാധിച്ചു കൊടുക്കും. അതുപോലെ മുസീബത്തുകൾ അവൻ്റെ നീങ്ങും. പിന്നെ ഖൈറിൻ്റെയും റിസ്കിൻ്റെയും കവാടം അള്ളാഹുവിന് തുറക്കപ്പെട്ട് കൊടുക്കും. നാശത്തിൽ നിന്നും മോചനം അള്ളാഹു കൊടുക്കും. അതാണ് ഈ വക്കീലു എന്ന ഇസ്മിൻ്റെ പ്രത്യേകതകൾ. 54ാമത്തെ ഇസ്മാണ് അൽ ഖവിയു. ഖവിയു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് സർവശക്തൻ. മനക്കരുത്ത് കുറഞ്ഞവരും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ഈ ഒരു ഇസ്മ യാ ഖവിയു യാ അല്ലാഹ് ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അവന് മനക്കരുത്തും ശക്തിയും ലഭിക്കും. അതുകൂടാതെ അക്രമിയെ ഒതുക്കുവാൻ ഒരു 1000 തവണ ഈ ഇസ്മ നമ്മൾ ചൊല്ലുക. അതുപോലെ പതിവായി ചൊല്ലിയാൽ ക്ഷീണവും തളർച്ചയും ഇല്ലാതെയാവുന്ന ഒരു ഇസ്മും കൂടിയാണ് യാ ഖവിയു. 55ാമത്തെ ഇസ്മാണ് മത്തീന്. മത്തീൻ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പ്രബലമായവൻ. ഇത് ചൊല്ലുന്നവർക്ക് ശക്തി അള്ളാഹു കൊടുക്കും. അതുപോലെ യാ ഖവിയു എന്ന ഇസ്മിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് യാ ഖവിയു യാ മത്തീനു എന്ന് ചൊല്ലുന്നവർക്ക് തെറ്റിലേക്ക് പോകുന്ന യുവാക്കൾക്ക് ഇത് 10 തവണ അങ്ങനെ ചൊല്ലി മന്ത്രിച്ചു കൊടുത്താൽ അവർക്കൊരു നല്ലൊരവസ്ഥ കൈവരുന്നതാണ്. അതുപോലെ ആരോഗ്യം വർദ്ധിക്കാനും ഭക്ഷണം ലഭിക്കാനൊക്കെ യാ മത്തീനു യാ അല്ലാഹ് എന്ന ഇസ്മ പതിവാക്കുക. 56ാമത്തെ ഇസ്മാണ് വലിയ. വലിയ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് രക്ഷാധികാരിയായവൻ. ഈ ഒരു ഇസ്മ പതിവാക്കി ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹു കൊടുക്കും. അതുപോലെ വെള്ളിയാഴ്ച രാവിൽ അതായത് 1000 തവണ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. യാ വലിയു യാ അല്ലാഹ്. 57ാമത്തെ ഇസ്മാണ് അൽ ഹമീദു. ഹമീദു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് സ്തുതിക്കപ്പെട്ടവൻ. ഈ ഒരു ഇസ്മ യാ ഹമീദു യാ അല്ലാഹ് എന്ന ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ സ്വഭാവത്തിലും പ്രശംസനീയമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുപോലെ ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തിക പുരോഗതിയും ലഭിക്കും. യാ ഹമീദു യാ അല്ലാഹ്. അതുപോലെ 58ാമത്തെ ഇസ്മാണ് മുഹ്സി. മുഹ്സി എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് എല്ലാം ക്ലിപ്തപ്പെടുത്തുന്നവൻ. ഈ ഒരു ഇസ്മ പതിവായി ചൊല്ലുന്നവർക്ക് വിഷമങ്ങളിൽ നിന്നും മോചനവും അതുപോലെ ഖബർ ശിക്ഷയിലും വിചാരണയിലും രക്ഷയും ലഭിക്കും. 59ാമത്തെ ഇസ്മാണ് അൽ മുബ്ദിഉ. അൽ മുബ്ദിഉ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് ആദ്യമായി സൃഷ്ടിച്ചവൻ. ഈ ഒരു ഇസ്മ ഗർഭം അലസിപ്പോകാതിരിക്കാനും സുഖപ്രസവത്തിനും ഈ ഇസ്മ ദിവസവും 17 തവണ ഗർഭിണികൾ ചൊല്ലേണ്ടതാണ്. 60ാമത്തെ ഇസ്മാണ് അൽ മുഈദു. അൽ മുഈദു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് മടക്കുന്നവൻ. ജോലി നഷ്ടപ്പെട്ടവർ ഈ ഇസ്മ പതിവാക്കി ചൊല്ലിയാൽ നഷ്ടപ്പെട്ട ജോലിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ജോലിയോ അവന് അള്ളാഹു ലഭിക്കും. അതാണ് യാ മുഈദു യാ അല്ലാഹ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിനും അതിൻ്റേതായ ധാരാളം പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് ആ ഒരു ഉപകാരങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അറിഞ്ഞു ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പതിവാക്കാനും പറ്റും. കൂടാതെ ആ ഉപകാരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന പതിവാക്കൽ ഏറ്റവും സുന്നത്തായ കാര്യമാണ്. നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ ഒരു 10 ഇസ്മുകളുടെ ജേർണലിങ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഇസ്മുകളുടെ ജേർണലിങ് നെക്സ്റ്റുള്ള വീഡിയോസിൽ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.